മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം ശബരിമലയിലേക്ക് പുറപ്പെടുകയാണ്. ഇന്ന് ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് പൂജകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ ശേഷമായിരിക്കും ഘോഷയാത്ര പുറപ്പെടുക. പന്തളം കൊട്ടാരത്തിലെ തൃക്കേട്ടനാൾ രാജരാജവർമ്മയാണ് ഘോഷയാത്രയിലെ രാജപ്രതിനിധി. പുലർച്ചെ 5-ന് പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ പ്രത്യേക പേടകത്തിലാക്കി ക്ഷേത്ര തിരുമുറ്റത്തെത്തിക്കും. ഇവിടെ ഭക്തർക്ക് ഉച്ചയ്ക്ക് 12 വരെ തിരുവാഭരണങ്ങൾ ദർശിക്കാം. ചടങ്ങുകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്ന് പുറപ്പെടും. 60 വർഷമായി തിരുവാഭരണ പേടകം വഹിക്കുന്ന ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. ഘോഷയാത്ര കടന്നുപോകുന്ന വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാത്രി 9-ന് അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും. 13-ന് പുലർച്ചെ 3-ന് പുറപ്പെടുന്ന ഘോഷയാത്രാ സംഘത്തിന്റെ വിശ്രമം ലാഹാസത്രത്തിലാണ്. ഇവിടെ നിന്നും മകരവിളക്ക് ദിവസമായ 14-ന് പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയോടെ വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല, അപ്പാച്ചിമേട് വഴി വൈകിട്ട് 4-ന് ശബരി പീഠത്തിലെത്തും. ഇവിടെ നിന്നും 5 മണിക്ക് ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരുന്നതോടെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. വൈകിട്ട് 6:15-ന് സന്നിധാനത്തെത്തിക്കുന്ന തിരുവാഭരണങ്ങൾ തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് 6:30-ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ന്യൂസ് 18 സന്നിധാനം.